അപ്പൊ ഇതിന്റെ ഒരു 6 പേജ് ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സെന്ററിൽ എത്തിയിട്ടുണ്ട്, ഇതൊക്കെ തന്നെയാണ് കാരണം എന്നുള്ളത്. ആ കാരണങ്ങൾ ഒന്ന് ഞാൻ പറയുന്നു. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ 1000+ ബൂത്തുകളുണ്ട്. 1000, 1250, 1400, 1035 ഇങ്ങനെയൊക്കെയാണ് ബൂത്തുകൾ കിടക്കുന്നത്. ഈ ബൂത്തുകളിൽ ഓരോരോ ബൂത്തിലും വന്ന് സ്റ്റഡി ചെയ്ത സമയത്ത് കണ്ടത് എന്താണെന്ന് അറിയാമോ? 80 to 110, 80 തൊട്ട് 110 വരെ ആളുകൾ, നമ്മുടെ ആളുകൾ ആ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അവര് ബൂത്ത്, അവര് സന്ധ്യ, ഇനിയിപ്പോ ഞാൻ എന്തിനു പോണു വോട്ട് ചെയ്യാൻ? വയസ്സായിട്ടായിരിക്കും, ചെറിയൊരു വയറുവേദന അല്ലെങ്കിൽ ചെറിയൊരു പനി അവിടെ കിടന്നു. അവരെ പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനുള്ള വർക്കേഴ്സ് നമ്മുടെ അടുത്തുണ്ടായില്ല. ഇവരുടെ ആ ലിസ്റ്റില്ല. സോ നമ്മൾ മിസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബൂത്ത് ലെവലിൽ നോക്കിയാൽ 100 100 വോട്ടുകൾ. പക്ഷെ ഇതിന്റെ എല്ലാം കൂടെ ബൂത്ത് നിന്ന് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 1000 into 100 എന്ന് പറയുന്നത് 1,00,000. പലയിടത്തും നമ്മൾ ഫീലായിരിക്കുന്നത് പല സ്ഥലം, 1-2 സ്ഥലങ്ങളിൽ 80,000-നൊക്കെയാണ് നമ്മൾ. ഈ 1000 നമ്മുടെ കയ്യിൽ വന്നിരുന്നെങ്കിൽ മറ്റിടത്തോടെ ഡൗൺ ആയി പോകുമായിരുന്നു. ഇതാണ് നിങ്ങളിപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നത്, ഓരോരോ പ്രവർത്തകരും ചെയ്യുന്നത്. നമ്മൾ ബൂത്തിൽ ഒരു വോട്ട് പോലും മിസ്സാവാതിരുന്നാൽ മതി. നമ്മുടെ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ പോണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും നിങ്ങൾ ഓരോരുത്തരും അവിടെ പോകണം. അതിന് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ബൂത്തിലെ ഫുൾ ടൈം വർക്കേഴ്സും ആ ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്നവരും നിങ്ങളുടെ ആ ഒരു ദൃഢനിശ്ചയമായിരിക്കണം. ഇന്ന് ഞാൻ എന്റെ ബൂത്തിനകത്ത് എന്റെ കയ്യിലുള്ള വോട്ടുകൾ ഒരെണ്ണം പോലും ഞാൻ അവിടെ ബൂത്തിലോട്ട് വരാതിരിക്കാൻ ഞാനത് സമ്മതിക്കില്ല. കൊണ്ടുവന്ന് ഞാനത് കുത്തിയിരിക്കും. അതിനെന്താണ്, ഒരു 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലിസ്റ്റിൽ ടിക്കിംഗ് നോക്കുമ്പോൾ ഓക്കെ, ഇത്ര ആൾക്കാർ വന്നിട്ടില്ല. അപ്പുറത്തും ഇപ്പുറത്തും ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കണ്ടു? ഇല്ല, അവരവിടെ വീട്ടിലുണ്ട്, കണ്ടിരുന്നല്ലോ. യെസ്, ഗോദ പിക്കുമാം കൊണ്ടുവന്ന് ബൂത്തിലാക്കി നിങ്ങൾ വേറെ ആളെ തേടാൻ വേണ്ടി പോകും. നിങ്ങളുടെ ആൾക്കാരെ മാത്രം മതി. ഇത് നമ്മൾ മുമ്പ് തൊട്ടിട്ടേ ഒരു വിശ്വാസമാണ്. BJP ജയിക്കില്ല കേട്ടോ, പിന്നിപ്പോ ഞാനെന്തിനാ വോട്ട് ചെയ്യാൻ പോകുന്നു? ഈ ഒരു തോന്നൽ ആദ്യം മാറ്റിയെടുക്കൂ. ചങ്കൂറ്റത്തിൽ നിന്ന് പറയൂ. നിങ്ങൾ ഓരോരുത്തരും നെഞ്ചു പിരിച്ചുകൊണ്ട് യെസ്, ഐ എം എ ഭാരതീയ ജനതാ പാർട്ടി കാര്യകർത്ത. ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? കൈ കാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്നൊന്ന് ചുരുട്ടി വെച്ചിട്ട് കാണിച്ചു. യെസ്, ഇതെന്റെ രാഖിയാണ്, രക്ഷാബന്ധൻ. ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ്, അല്ല ശിക്ഷിക്കാനല്ല. ഇതെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലാത്തോണ്ട് കയറ്റിയിരിക്കുന്ന ഈ ഒരു വർഗത്തിന്, ഈ ലെഫ്റ്റും റൈറ്റും, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ അധ്യക്ഷനും ഒക്കെ സംസാരിച്ച പോലെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ഇഷ്ടം പോലുണ്ട്. ആ സൈഡങ്ങ് മാറ്റിവെക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇത് നിങ്ങൾ പറയുന്ന സമയത്ത് മോദിജി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിട്ട് സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും. ഈ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പ്രോഗ്രാമിനകത്ത് മുട്ടുസൂചി മുതൽ ബോഫേഴ്സ് ഗണ്ണ് വരെ മോദിജി ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് ഇത് അറിയാം? ഈ ബോഫേഴ്സ് ഗണ്ണടക്കം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളത് പലർക്കും അറിയില്ല. ഈ ബോഫേഴ്സ് ഗണ്ണിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് കോടികൾ അടിച്ചു മാറ്റിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായത്. അതിനകത്ത് വന്നതാണ് ആ ഇറ്റലിക്കാരനും പിന്നെ അവരുടെ ശൃംഖലകളും ഇന്ത്യയിൽ നടന്നുകൊണ്ട് ലക്ഷക്കണക്കിന് കോടികളാണ് അവരുടെ കുടുംബത്തിലോട്ട് മാറ്റിയത്. ആ ഗണ്ണാണ് മോദിജി ഉണ്ടാക്കിയിട്ട് ബോഫേഴ്സിന്റെ റേഞ്ച് ആയിട്ടുള്ള 32 കിലോമീറ്റർ എന്നുള്ളതിനെ മാറ്റി നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗണ്ണിൽ നിന്ന് 37 കിലോമീറ്റർ വരെ ഫയർ ചെയ്യാനുള്ള പവറുണ്ട്. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിഷൻ. അദ്ദേഹം ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ലേഡി പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി. അവർ പോലും ശ്രദ്ധിക്കാത്ത പല വുമൻ കെയറിംഗ്, സ്ത്രീകളോട് കാണിക്കേണ്ട പരിരക്ഷ, അത് ആരാണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ കാണിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹത്തിന് ഭാര്യയില്ല, കുട്ടികളില്ല, മക്കളില്ല, ഒന്നുമില്ല. എങ്കിൽ പോലും എന്റെ കുട്ടികളെന്ന് പറഞ്ഞ് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ഇത് പറയുന്ന സമയത്ത് വെറും പഠിപ്പിക്കലും ബച്ചാവോ അല്ലാതെ ആ ബേട്ടിയുടെ ഓരോ കാര്യങ്ങളും അദ്ദേഹം സസൂക്ഷ്മം നോക്കിയിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് പുകയും ആയി നടന്നിരുന്ന ഗാവോലാസ്, അത് നോർത്തിലൊക്കെ ഉള്ളത്, ആ അടുപ്പിൽ കത്തിക്കാനുള്ള വിറക് പോലും കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് പല ഗുണ്ടാസും റേപ്പ് ചെയ്തിട്ടുള്ള ഫാമിലീസിന്റെ ചരിത്രം ഉണ്ട്. ഇവിടെ ശൗചാലയമില്ല. അതുണ്ടായിരുന്നപ്പോ ഇവിടെ ട്രോളി കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു. കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു ഒന്നിനുമല്ല.
എന്റെ രാജ്യത്തെ സ്ത്രീകൾ അപമാനിക്കപ്പെടരുത്, അവർ സുരക്ഷിതരായിരിക്കണം. അതുകൊണ്ടാണ് ഈ പബ്ലിക് ടോയ്ലറ്റ്സിന്റെ ഒരു പ്രൊവിഷൻ. ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നോക്കിക്കോളൂ, നിങ്ങൾ തിരുവനന്തപുരത്ത് തൊട്ടിട്ട് ഇവിടെ വരെ വരണമെങ്കിൽ ഒരു 4 പ്രാവശ്യം മൂത്രമൊഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 4 മസാല ദോശ എവിടെയെങ്കിലും കയറി കഴിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ ഹോട്ടലിൽ പോയിട്ട് അതിന്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പബ്ലിക്കായിട്ട് വല്ല ടോയ്ലറ്റ് ഉണ്ടോ? ഇല്ല. ഇതൊക്കെ നോർത്തിൽ പോകുന്നു. ഇതിന്റെയൊക്കെ പിന്നെ വേറൊരു കാര്യം, ആരെങ്കിലും ഏതെങ്കിലും പ്രധാനമന്ത്രി ഇന്നേ വരെ ഒരു സ്ത്രീയുടെ ആർത്തവ സമയത്തുണ്ടാവുന്ന വിഷമങ്ങൾ എന്തെല്ലാം എന്നുള്ളത് കൃത്യമായി പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു സംഭവം, അത് ആ പാഡിന്റെ മാനുഫാക്ചറിങ് പാഡിന്റെ അതും മേക്കിങ്ങിനുണ്ടായിട്ട് പാഡിന്ന് പ്രധാനമന്ത്രി വിൽക്കുന്ന വില എന്ന് പറയുന്നത് 1 രൂപയ്ക്കാണ് നോർത്ത് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഇതൊക്കെ ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അവിടെയുള്ള സ്ത്രീകൾ ഇതറിഞ്ഞ് കണ്ടറിഞ്ഞ് പഠിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഞങ്ങളുടെ രക്ഷകനാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ക്രിറ്റിസിസം. അതെന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി കട്ടും മുടിച്ചു എന്നുള്ളത് പറയാൻ ഒന്നും കിട്ടാനില്ല. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ബില്ല് പാസ്സാക്കാൻ, ഈ ബില്ല് 370 ആർട്ടിക്കിൾ, നിങ്ങൾക്കറിയോ 370 ആർട്ടിക്കിൾ മാറിയതിനു ശേഷം ഇന്ന് കാശ്മീരിൽ പോയിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ 370 ആർട്ടിക്കിൾ അവിടെ മാറിയതുകൊണ്ട്. 370 ആർട്ടിക്കിൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത് 88-89 അവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമാൻഡോ ആണ് ഞാൻ. സൈഡിലും 2 തോക്ക്, കയ്യിലും ഒരു MP5 ബുള്ളറ്റ് പ്രൂഫും വെച്ചുകൊണ്ട് നടന്നിട്ടും ഇത് യൂസ് ചെയ്യാനുള്ള അധികാരമില്ലാതെ നടന്നിരുന്ന കമാൻഡോസ് ആയിരുന്നു. ഇതൊന്ന് കാഞ്ചി വലിക്കണമെങ്കിൽ പെർമിഷൻ ഡൽഹിയിൽ നിന്ന് വരണം. ആ ഒരു അവസരത്തിൽ നിന്നും ഇന്നത്തെ പട്ടാളക്കാരുടെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ എല്ലാ ദീപാവലിക്കും നിങ്ങൾ കണ്ടു കാണും, പ്രധാനമന്ത്രി പോകുന്നു ബോർഡർ ഏരിയയിൽ, അവരുടെ കൂടെ വന്നുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നു. അവിടെ ദീപാവലി ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം മിഠായിയെല്ലാം കഴിച്ച് തിരിച്ചു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ ദീപാവലിക്ക് ഇവിടെ പടക്കം പൊട്ടിക്കണ്ട, ആ ഉണ്ട പോലും നിങ്ങൾ സേവ് ചെയ്തുകൊണ്ട് അവിടുന്ന് ഒരു ഉണ്ട വരാൻ വേണ്ടി കാത്തിരിക്കും. ഒന്ന് വന്നാൽ 1000 അടിച്ചാലും ഞാൻ കണക്ക് യോജിക്കില്ല. ഇത് പറഞ്ഞു വന്ന പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ്. അവിടെ രാജ്യസ്നേഹം എന്നുള്ളതല്ല, ആ രാജ്യസ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാവലായിട്ട് നിൽക്കുന്ന പട്ടാളക്കാരന്റെ അഭിമാനം പോലും പെറ്റുകുളിച്ചിട്ടുള്ള ഗവൺമെന്റുകളെ കണ്ടിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. 96 വരെ ഞാനത് കണ്ടു. 98-ലാണ് ഞാൻ പട്ടാളത്തിന് റിസൈൻ ചെയ്തത്. 96-ൽ ഞാൻ കാർഗിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രയോ ഷെല്ലിംഗ് വന്നാലും പെർമിഷൻ വേണ്ടിയിട്ട് ഡൽഹിക്ക് കറക്കണം. അന്ന് മൊബൈൽ പോലും ഇല്ല. ഇതിന്റെ പെർമിഷൻ ഒരിക്കലും വരാതെ ഇല്ല. പാകിസ്ഥാനെ ഡോണ്ട് ആന്റഗനൈസ്, അവരെ നമ്മൾ വേദനിപ്പിക്കരുത്. എന്റെ അമ്മായിച്ചനാണോ പാകിസ്ഥാൻ? അതിന് ചോദിക്കാനുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്ന 2 ഒന്ന് മോദിജി, അതിനപ്പുറത്തൊരു നമ്മളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്നൊരു പേരുണ്ട്, അത് മോട്ടാ സാഹിബാണ്. മോദിയും അമിത്ഷായും എന്ന് പറഞ്ഞാൽ അതൊരു ബോംബ് തന്നെയാണ്. എപ്പോ വേണമെങ്കിലും പൊട്ടിയാൽ നമുക്കാർക്കും ഒരു അപകടവുമില്ല. ഈ പൊട്ടുന്നതിന് ഇമ്പാക്ട് വന്നിട്ട് ചൈന ബോർഡറിലും ഇപ്പൊ പാകിസ്ഥാനിലും പൊട്ടാറില്ല, കാരണം അവരെ വിട്ടു തള്ളിക്കളഞ്ഞു. ഇനി അവരെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പഴത്തെ ഒരു ചൈന മാത്രമാണ്. പക്ഷെ ചൈന പ്രൈമിയർ പോലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യ അല്ല. അതുകൊണ്ട് വെറുതെ പോയിട്ട് ഡോക്ലാമിലും അല്ലെങ്കിൽ ഗാൽവാനിലും പോയിട്ട് അവരെ ചൊറിയാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഇപ്പൊ ഗാൽവാനും ഇല്ല, ഡോക്ലാമും ഇല്ല. എന്താ ഇത് കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരുന്നല്ലേ. ആ ഗാൽവാന്റെ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ 20 പട്ടാളക്കാർ മരിച്ചു, അപ്പുറത്തും മരിച്ചു 40 ആൾക്കാർ. അപ്പോഴാണ് അവർ റിയലൈസ്, അവർ 20 പേര് മരിച്ചാൽ നമ്മുടെ 40 ആൾ മരിക്കത്തക്ക രീതിയിൽ ഇന്ത്യ വളർന്നു പോയോ? ആരാണത്? അതും മോദിജിയാണ്, പ്രൈം മിനിസ്റ്റർ. ഇതിനു മുന്നൊരു BJP ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് വാജ്പേയി സാഹു പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഏത് സ്ഥലം വരെ പിടിച്ചെടുത്തോ അത് നിങ്ങളുടെ മണ്ണാണ്, ഒരിക്കലും അത് തിരിച്ചു കൊടുക്കണ്ട, നാട്ടിക്കോ കൊടി അവിടെ, എന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞേക്ക് ജയ്. ഇതാണ് വാജ്പേയി സാഹു പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഗവൺമെന്റുകളുണ്ടോ? ഈ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഒരു വക്താവ് പാകിസ്ഥാനിൽ പോയിരിക്കുന്നതിന്റെ വീഡിയോ ഞാനൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അവിടെ പോയിരുന്ന കെഞ്ചിയാണ് പാകിസ്ഥാനികളുടെ, നിങ്ങൾ ആ മോദിനെ എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ നിന്ന് ഇറക്കും, എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇന്ത്യയിൽ ചെയ്തോ. ആരും പാകിസ്ഥാനോട് പറയണം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇന്ത്യയിൽ ചെയ്തോ. അപ്പൊ ഇവന്റെയൊക്കെ ദേശസ്നേഹമാണോ അതോ വിദ്വേഷമാണോ? ഇന്നിപ്പോ ഒരുത്തനകത്തോടൊപ്പം ഒരു കേജ്രിവാൾ എന്നും പറഞ്ഞിട്ട്, ഇത് പണ്ടേ ഞാൻ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരുടെ അത്രയും വലിയൊരു കള്ളനാണെന്നുള്ളത്. അത് കള്ളത്തരം മാത്രമല്ല ചെയ്തത്, വെറും മദ്യനയമല്ലായിരുന്നത്. ഇപ്പൊ അകത്തായിരിക്കുന്നത്, വരാൻ പോകുന്നതും ഈ പൈസകൾ ബില്യൺസ് എവിടുന്ന് വന്നു? CIA കൊണ്ടുവന്ന് കൊടുത്ത് ഫണ്ട് ചെയ്തിട്ടുള്ള, ആൻഡ് ആ ഫണ്ടും അതിനുള്ള കിട്ടിയ പ്രതിഫലം എന്തിന്?
ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട് സ്പൈയും ചെയ്യാൻ കർഷക വിരോധം എന്നുള്ളത് വന്നു. ആരായിരുന്നു അവിടെ കർഷകർ? ബെൻസ് വണ്ടികളിൽ വന്നിട്ട് സ്കോച്ച് സിംഗിൾ മാൾട്ടും അടിച്ചുകൊണ്ടിരുന്ന കർഷകർ ആരായിരുന്നത്? ഖാലിസ്ഥാൻ. ആരുണ്ടാക്കിയതാണ് ഈ ഖാലിസ്ഥാൻ? അത് പണ്ട് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്തുണ്ടായ ഖാലിസ്ഥാൻകാരെ പിന്നെ അടിച്ചമർത്താൻ പറ്റാതായതിനു ശേഷം അവരുടെ കയ്യാൽ തന്നെ ഇന്ദിരാഗാന്ധിജി കൊല്ലപ്പെടുന്നു. ആ ഖാലിസ്ഥാൻ അവർക്ക് രാജ്യത്തിനോട് യാതൊരു ഇതുമില്ല. അവർ രാജ്യദ്രോഹികൾ.